ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ ആക്കി ഇടുകയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം. യാത്രയ്ക്ക് മുന്നോടിയായി സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തു. ഇന്ന് 2026 ജനുവരി 12. ഞങ്ങളങ്ങനെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പെല്ലാം ചെയ്ത് യാത്രയ്ക്ക് ഒരുങ്ങി. അങ്ങോട്ട് നോക്കിക്കോ. അല്ലെങ്കിൽ ഈ സൈഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടൊക്കെ. അച്ഛനോടും അമ്മയോടും അമ്മമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. വഴിയിൽ കണ്ട നാട്ടുകാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ട് നമ്മുടെ അടുത്ത ദീർഘദൂര യാത്ര തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുട്ടപ്പനയുടെ മൈലാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ബേക്കൽ കോട്ടയിലാണ്. ബേക്കൽ കോട്ടയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഉത്തം സാറാണ്, DYSP. വിഷ്വല് മാത്രം മതി. അല്ല, അടുത്ത വിഷ്വല് മാത്രം മതി എന്നറിയാം. ബട്ടത്തൂറും പാലക്കൊണ്ടും പിന്നിട്ട് ഞങ്ങൾ ബേക്കൽ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും മാമന്മാരും എല്ലാവരും എത്തിയിരുന്നു. എൻ്റെ യാത്രാവിശേഷങ്ങൾ ന്യൂസാക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർമാരും വന്നിരുന്നു. രാകേഷ്, അതേപോലെ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാകേഷിൻ്റെ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വളരെ നാളുകളായി പരിചയമുള്ള സുഹൃത്താണ് രാകേഷ്. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോഴും അതിനെ വളരെ പോസിറ്റീവായി എടുത്ത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുന്ന രീതിയിൽ തൻ്റെ ജീവിതം കാഴ്ചവെക്കുന്ന ആ ഒരു സഹോദരനെ, തൻ്റെ യാത്ര ഒരു പ്രാവശ്യം കാശ്മീർ വരെ പോയി അദ്ദേഹം വളരെ വിജയകരമായി വന്നു. തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി മോട്ടിവേഷൻ കിട്ടുന്ന ജീവിതമാണ് രാകേഷിൻ്റെ. തീർച്ചയായും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി അദ്ദേഹത്തിന് ഈ യാത്ര കൂടി വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഈ അവസരത്തിൽ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് രാകേഷിനെയും സുഹൃത്തുക്കളെയും നിങ്ങളെല്ലാവരെയും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നൽകുന്നു. യാത്രാമംഗളം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ DYSP ഉത്തം ദാസ് സാർ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് ഞങ്ങളങ്ങനെ യാത്ര ആരംഭിച്ചു. നീ വാടാ. ഞങ്ങൾ രാത്രിയോടെ തളിപ്പറമ്പിലുള്ള സുഹൃത്ത് അനീഷിൻ്റെ വീട്ടിലെത്തി. അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത്. രാവിലെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങി. വണ്ടിയുടെ ഗിയറിൻ്റെ കേബിളൊന്ന് മാറ്റണം. അങ്ങനെ ആദ്യം ഞങ്ങൾ പോകുന്നത് മലപ്പുറത്തുള്ള മുസ്തഫ ഖാൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് കൈകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൾട്രേഷൻ ചെയ്ത് തരുന്നത് മുസ്തഫയാണ്. ഞങ്ങളങ്ങനെ ഉച്ചയോടെ വർക്ക്ഷോപ്പിലെത്തി.
വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുസ്തഫ ഫാം ഹൗസിലേക്ക് പുറപ്പെട്ടു. അവിടെയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ താമസം. അവിടെ എത്തിയപ്പോൾ എറണാകുളത്തുള്ള ഒരു സുഹൃത്തും അവിടെ ഉണ്ടായിരുന്നു. അവനും വണ്ടി പണിയാൻ വന്നതാണ്. ഹായ്, നമസ്കാരം. ഞാൻ ഇന്നലെ താമസിച്ചത് നമ്മുടെ മുസ്തഫ മലപ്പുറത്തുള്ള ഫാം ഹൗസിലാണ്. അടിപൊളി ഒരു സ്ഥലമാണ് അതല്ലേ. അവിടെ വണ്ടി അവിടെ ഉണ്ട്. ഒരുപാട് ഔഷധ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായൊരു ഔട്ട് ഹൗസ്. തൃശ്ശൂരിൽ യാത്രയപ്പോൾ പരിപാടി ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അതിനുശേഷം വൈകുന്നേരം കൊടുങ്ങല്ലൂർ ആയിരുന്നു സ്റ്റേ. ഭിന്നശേഷിക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ പോകുന്നിടത്ത്. ഞാൻ 12-ാം തീയതി കാസർഗോഡ് നിന്ന് വന്നെങ്കിലും നമ്മുടെ റൈഡ് ശരിക്കും തുടങ്ങുന്നത് ഇന്നാണ്. നമ്മൾ 3 പേരും ചേർന്നുള്ള. ഇന്നലെ താമസിച്ചത് കൊടുങ്ങല്ലൂരുള്ള നാലുമക്കൾ എന്ന് പറയുന്ന റെസിഡൻസി ഹോട്ടലിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇന്ന് ജനുവരി 15, സമയം രാവിലെ 7 മണി. ഫ്ലാഗ് ഓഫ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. MLA ടൈസൺ മാഷാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എല്ലാ മെമ്പർമാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തിനായി നമ്മുടെ കൈലാസനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. സാധാരണ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ജന്മന ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ. ഇന്ന് നമുക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാധാരണ മനുഷ്യന് പോലും നമ്മളിപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം കോയമ്പത്തൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ടൈസൺ മാഷ് MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും കൂടി വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. സൂര്യച്ചിവയുടെ പഞ്ചായത്തും MLAയും കൂടെ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്തെ ഒരു റോട്ടറി ക്ലബിൻ്റെ ഒരു സ്വീകരണ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടുന്ന് അത് സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനാണ് ആദ്യം കാണുന്നത്. പിന്നെ അതുപോലെ ഒരു കാർ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിന് കണ്ടിട്ട് പിന്നെ കോയമ്പത്തൂർ സഹായി നമ്മുടെ റിയാക്ടർ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഇന്ന് രാത്രി നമ്മൾ അവിടെ തങ്ങിയിട്ട് അവിടുന്ന് രാവിലെ മഞ്ചാവൂരേക്ക്. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല മുരിഞ്ഞ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂടി എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളങ്ങനെ കുതിരയാൻ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തുരങ്കം കാശ്മീർ പോകുമ്പോൾ ഇങ്ങനത്തെ എത്ര എണ്ണത്തിലൂടെ പോയതല്ലേ. അത് പോയാലും എത്തുക. അങ്ങനത്തെ 13 കിലോമീറ്ററൊക്കെ എത്താതെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.